മുകളിലുള്ള ഗ്രാമം. അവിടെ ഒരു മുത്തശ്ശി താമസിച്ചിരുന്നു. എന്നും അതിരാവിലെ മുത്തശ്ശി താഴ്വരയിലുള്ള കിണറ്റിൽ നിന്നും വെള്ളം ശേഖരിച്ച് കുന്നിൻ മുകളിലെത്തും. അതിനായി മുത്തശ്ശി 2 മൺകുടങ്ങൾ ഉപയോഗിച്ചിരുന്നു. കാലക്രമേണ മൺകുടങ്ങളിൽ ഒന്നിൽ ചെറിയൊരു വിള്ളൽ രൂപപ്പെട്ടു. അതുമൂലം മൺകുടത്തിൽ നിന്നും വെള്ളം വഴിയിൽ വീണുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും മുത്തശ്ശി വീട്ടിലെത്തുമ്പോൾ പൊട്ടിയ കുടം പകുതി മാത്രമേ നിറഞ്ഞിരുന്നുള്ളൂ. ഇത് കണ്ട മറ്റേ കുടം പൊട്ടിയ കുടത്തെ കളിയാക്കുവാൻ തുടങ്ങി. ഞാൻ എൻ്റെ ജോലി കൃത്യമായി ചെയ്യുന്നു, എന്നാൽ നീയോ ഇത് കണ്ടില്ലേ, കുടത്തിലെ ജലം മുഴുവൻ വഴിയിൽ ഒഴുകിക്കളയുന്നു. ഒരു ദിവസം പൊട്ടിയ കുടം സങ്കടത്തോടെ മുത്തശ്ശിയോട് പറഞ്ഞു, ക്ഷമിക്കണം മുത്തശ്ശി, എന്നിൽ നിന്ന് ജലം ചോർന്നു പോകുന്നു. ഇനി എന്നെ ഉപയോഗിക്കുന്നത് കൊണ്ട് മുത്തശ്ശിക്ക് ഒരു ഉപകാരവുമില്ല. ഇത്രയും പറഞ്ഞ് കുടം തലകൾ കുനിച്ചു. വൃദ്ധ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഈ പാതയുടെ വശങ്ങളിൽ വളരുന്ന മനോഹരമായ പൂക്കൾ കാണുന്നുണ്ടോ? നിന്റെ പോരായ്മയെക്കുറിച്ച് എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അവിടെ വിത്തുകൾ നട്ടുപിടിപ്പിച്ചത്. എല്ലാ ദിവസവും വെള്ളവുമായി ഈ വഴി വരുമ്പോൾ നീ അവ നനച്ചു. ഇപ്പോൾ ആ പൂക്കൾ കടന്നു പോകുന്ന എല്ലാവർക്കും സന്തോഷം നൽകുന്നു. കൂട്ടുകാരെ, നമുക്കുള്ള കുറവുകൾക്ക് പലപ്പോഴും മറ്റെവിടെയോ പ്രതീക്ഷയുടെ വിത്തുകൾ വിതയ്ക്കാൻ കഴിയും. നമ്മുടെ പരിമിതികളെ ഒരു പുതിയ സാധ്യതയായി കാണാൻ നമുക്ക് പഠിക്കാം.